നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണ്. പപ്പിയും സത്യയും ഒരമ്മ പെറ്റ മക്കളാണ്. നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാൻ തന്നെയാ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നീതാ പൊന്നെ ചക്കരയെന്നൊക്കെ വിളിച്ച് മകളാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പത്മിനി എന്ന പപ്പിമോളില്ലേ, നിന്റെ മോളല്ല. ആന്റി, കാരണം എന്താണെന്നറിയോ? പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല. അതുകൊണ്ട് തന്നെ പപ്പി ഈ വീടിന്റെ അവകാശിയല്ല. എന്തൊക്കെയായി വെളിവില്ലാത്തോൾ വിളിച്ചു പറയുന്നത്? ഈ ഭ്രാന്തി പിടിച്ച് പുറത്താക്കടാ. കള്ളം ഇവള് പറയുന്നേ, പച്ച കള്ളം. പപ്പി എന്റെ മോള് തന്നെയാ, എന്റെ സ്വന്തം. ഈ ഭൂമിയിലുള്ള എന്റെ ഏക അവകാശം ഇവള് തന്നെയാ. എന്റെ സ്വന്തം ചോരയാ. ചോര ചോരയല്ലടാ, ചേര. എടാ മണ്ട, കാര്യങ്ങൾ അറിയുമ്പോ പെണ്ണുങ്ങളെ പോലെ നിന്ന് മോങ്ങല്ല വേണ്ടത്. ആണുങ്ങളെ പോലെ നിന്ന് നിന്റെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിക്കേ. ഞാൻ പറയുന്നത് കള്ളമാണോ അല്ലയോ എന്ന് അവള് പറയട്ടെ. ശ്യാമേ, കണ്ടില്ലേ, അവള് പറയില്ല. കാരണം ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ലേ അവള് മിണ്ടാതെ നിൽക്കുന്നേ. ശ്യാമേ, ഇങ്ങ് വാ. ഇവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്താ നീ മിണ്ടാതെ നിൽക്കുന്നേന്ന്? അത് വഴിയെ പോകുന്നവരൊക്കെ വിടുവായത്തരം പറയുന്നതിന് ഞാനെന്തിനാ സത്യമേ മറുപടി പറയുന്നേ? എന്റെ പ്രസവ സമയത്ത് സത്യമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ലേ? അതെ, അന്നൊന്നും കേൾക്കാത്ത ഒരു പുതിയ കഥ. വിഷ്ണു, ഇനി ഇവള് പറയുന്ന കള്ളക്കഥയും കേട്ട് നിൽക്കാതെ പിടിച്ച് അവളെ വെളിയിലോട്ട് ഇറക്കടാ. അല്ല ആന്റി, നിന്നോട് ഇറങ്ങാൻ വേണ്ട, ഞാൻ ഇറങ്ങാം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനി പ്രസവിച്ചത് ഇരട്ടക്കുട്ടികളായിരുന്നു എന്നുള്ള സത്യം വിഷ്ണുവേട്ടൻ അറിയോ? വിഷ്ണുവേട്ടൻ തിരക്കി നടക്കുന്നുണ്ടല്ലോ സത്യയുടെയും പപ്പിയുടെയും പിന്നാമ്പുറ കഥ. എങ്കി കേട്ടോ. ഇവളെല്ലാരും പറ്റിക്കായിരുന്നു. ശ്യാമയുടെ കുട്ടി അബോഷനായി പോയപ്പോ ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടി, അതായത് ദാ ഈ പപ്പിയെ ഇവൾക്ക് വളർത്താൻ കൊടുത്തതാ. അപ്പോ നീ പറയുന്നത് ശ്യാമ പ്രസവിച്ച കുട്ടിയല്ല പപ്പിയെന്നാണോ? അതെ ആന്റി, ഇവരെല്ലാം കൂടി ചതിക്കായിരുന്നു. ഇനി വിശ്വാസയോഗ്യമായ മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. പപ്പി ആക്സിഡന്റ് ആയി കിടന്നപ്പോ പപ്പിക്ക് രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചത് മറ്റാരുമല്ല, ശാലിനി തന്നെയാ. സുസ്മിതേ, ഇത്രയും നേരം നിന്റെ ഈ കള്ളക്കഥയും കേട്ടു നിന്നതേ നീ ഇത് എവിടം വരെ എത്തിക്കുന്ന അറിയാൻ വേണ്ടിയാ. എന്നോട് എന്റെ കുടുംബത്തോടുള്ള പക തീർക്കാനേ ഇനി ഇതുപോലുള്ള കള്ളക്കഥയായിട്ട് വന്ന മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെടുത്ത് അടിക്കും ഞാൻ. ആന്റി, ഇറങ്ങടി വെളിയില്.
എടി ഇറങ്ങാൻ വെളിയില്. ഞാൻ പറഞ്ഞ സത്യ, പപ്പി ശ്യാമയുടെ കുട്ടിയല്ല. ശാലിനി പ്രസവിച്ചതാ പപ്പിയെ. ഇനി ആ പേര് ഇവിടെ പറഞ്ഞോ അടിച്ച് നിന്റെ കരണം ഞാൻ പോകിക്കും. എന്നെ തല്ലിയതുകൊണ്ടോ ഈ മുറ്റത്തുനിന്ന് അടിച്ചിറക്കിയതുകൊണ്ടോ സത്യം അല്ലാതാവില്ല. ഞാനിത് എവിടെയും വിളിച്ചു പറയും. ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടികളെയാണ്. പപ്പിയും സത്യയും ഒരമ്മ പെറ്റ മക്കളാണ്. അവര് സഹോദരങ്ങളാണ്. വീണ്ടും നീ അത് തന്നെ പറയുന്നോടി. ഇറങ്ങി പോടി ഇവിടുന്ന്. ആന്റി, ഞാൻ പറയുന്നത് ഇറങ്ങി പോവാൻ. തെളിവില്ലാതെ നേരിട്ട് പോയി പറഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. തെളിവ് കണ്ടെത്തണം, എന്നിട്ട് പൊളിച്ചടുക്കണം എല്ലാത്തിനെയും. മോളെ മോളെ, ദേ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വാ വന്ന് കഴിച്ചേ. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ശാരദാമ്മേ? ദേ അമ്മ കണ്ട വഴക്ക് പറയും കേട്ടോ. അച്ഛൻ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളന്നേ. മോളെ പറയുന്ന കേക്ക്. മോളെ ഇങ്ങോട്ട് വാ മോളെ. എന്താ അമ്മ? കണ്ടില്ലേടി എത്ര നേരോട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നറിയോ? മോളെ എന്തേലും കഴിച്ചിട്ട് പോയി നിക്ക്, വാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നിന്നിട്ട് എന്തിനാ അമ്മേ? അവള് നോക്കി നിൽക്കുന്നത് അവളുടെ അച്ഛനെയാ. അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇതിനെന്താടി ഒരു പരിഹാരം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.